ഹലോ, ഞാൻ ഷാരി സൂരജ്. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 18-ന് ഇവിടേക്ക് സിഡ്നിയിലേക്ക് മൂവ് ചെയ്യാണ്ടായി. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട് സിഡ്നി, എങ്ങനെയുണ്ട് UK എന്നൊക്കെ കമ്പാരിസൺ ചെയ്യാനായിട്ട് കുറേ പേര് ചോദിക്കും. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടോട്ടലി ഡിഫറെൻറ്റ് കൺട്രിയാണ്. നമ്മളതിന് ഇത് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി എന്താ പറയുക, പോപ്പുലേഷൻ തന്നെ വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യയുടെ ഡബിളിൻ്റെ ഡബിൾ ഉണ്ട് ഓസ്ട്രേലിയ. പിന്നെ UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ കൺട്രിയാണ്, അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഉണ്ട്. സോ നമുക്ക് സോഷ്യൽ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. തട്ടിനും മുട്ടിനും പരിപാടിയായിരുന്നു അവിടെ. ബർത്ത്ഡേ ആഘോഷങ്ങൾ, അതിനെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, മോഡേൺ സിറ്റിയാണ്, കുറച്ചും കൂടെ ക്രൗഡ് സിറ്റിയാണ്. പക്ഷെ അത് വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം പോപ്പുലേഷൻ വളരെ കുറവാണ്, എപ്പോഴുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടാവും, പക്ഷെ ടോട്ടലി ഇവിടെ അങ്ങനെ കുറവാണ്. പിന്നെ നല്ല വെതറാണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല വെതറാണ്. മഴയുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്, പക്ഷേ ഇടിവെട്ടൊക്കെ ആയിട്ട് ഇവിടെ സിഡ്നിയിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടെങ്കിലും കൂടി കുറച്ച് കുറവാണെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നല്ല സമയത്ത് വന്നുകൊണ്ടായിരിക്കും, സമ്മർ ആയതുകൊണ്ട് ഫുൾ ടൈം നല്ല വെയിലും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് വെതർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണം. കാരണം നമ്മൾ പറയും കുഴപ്പമില്ല, വെതർ കുഴപ്പമില്ല അങ്ങനെ, പക്ഷേ നമ്മൾ മാറുമ്പോഴേ നമ്മുടെ ആ ഒരു ഇതറിയുള്ളൂ. കാരണം നമുക്ക് ഫുൾ ടൈം നമ്മുടെ വീട്ടിലെ പോലെ, നമ്മൾ വീട്ടിലെപ്പോഴും വീടിൻ്റെ ഉള്ളിലിരിക്കുകയല്ലല്ലോ, നമ്മൾ പുറത്തിറങ്ങും. നമ്മൾ ഇവൺ ഒരു ബ്രഷ് ചെയ്യണമെങ്കിൽ വരെ പുറത്തിറങ്ങി, അങ്ങനെയൊക്കെ ഭയങ്കര നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വെതറാകുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. UK നമുക്ക് തണുപ്പാകുമ്പോൾ നമുക്ക് കുറച്ചൊരു മടി ഉണ്ടാവും പുറത്തിറങ്ങാനും എടുക്കാനും, പോണ്ടേ എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ നോർമൽ ഡ്രസ്സസൊക്കെ വെയർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ കണ്ടത്. കാരണം UK ഞാൻ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കോട്ട് ഇട്ടിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോകുന്നതോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പും കാര്യങ്ങളും കാരണം. പക്ഷെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വെയർ ചെയ്യാം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചൂട് ഇവിടെ ഒരു 27-26 അങ്ങനെയൊക്കെ വരും. വലിയ ചൂടില്ല നമുക്ക്, പക്ഷെ അതുപോലെ നമുക്ക് വലിയ ചൂടായിട്ട് തോന്നും. കാരണം നമ്മൾ അവിടെ നിന്ന് വന്നതുകൊണ്ട്, UK വന്നതുകൊണ്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അത്ര വലിയ ചൂടൊന്നും തോന്നണില്ല ഇപ്പോൾ. പിന്നെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. ഞാനിപ്പോൾ 8 hours ഷിഫ്റ്റാണ് എടുത്തത്. 12 hours അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഫിസിക്കൽ ഒരു കൈവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 8 hours തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഒരു നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 12 hours, പക്ഷേ ഞാൻ AD-യിലായതുകൊണ്ട് എനിക്ക് അവൈലബിൾ ആണത്. പക്ഷേ ഞങ്ങളിപ്പോൾ 8 hours സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് പ്ലാൻ. കാരണം 8 hours ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് തോന്നും 5 days നമുക്ക് പോവണ്ടേന്ന്. പക്ഷേ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടിലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രാവലിംഗ് കൂടുതലുള്ളപ്പോഴാണ് നമുക്കത് ഒരു വലിയൊരു ബേർഡനായിട്ട് തോന്നുന്നത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, UK പോലെ അത്ര ആക്റ്റീവ് അല്ല. സിറ്റി ഏരിയാസിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഞങ്ങളിവിടെ മെട്രോ ഏരിയ ആയതുകൊണ്ട് കുഴപ്പമില്ല പബ്ലിക് ട്രാൻസ്പോർട്ട്. പക്ഷെ ഞാൻ വീട് ഹണ്ട് ചെയ്യുന്ന സമയത്ത്, മീൻസ് നോക്കാൻ പോകുന്ന സമയത്ത്, റെൻറ്റിന് എടുക്കാൻ വേണ്ടി ഇത്തിരി ഉള്ളിലോട്ട് പോകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിറ്റി ഏരിയാസിൽ തന്നെയാണ്. എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ദേവുവിനാണെങ്കിൽ സ്കൂളൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമുക്ക് ട്രാവലിംഗ് ഒത്തിരി ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ സമയം എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു ഡയറക്റ്റ് വീട്ടിൽ വരുന്നു. പിന്നെ അപ്പോഴേക്കും ദേവു സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴും മോർണിംഗ് അവന് വിട്ട് പകുതിയൊക്കെ പോകാൻ, അപ്പോൾ ഫുൾ ടൈം എനിക്ക് ഇവിടെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ UK ചെയ്യുന്നത് 12 hours ആയിരുന്നു ED-യിൽ ചെയ്തത്. പിന്നെ എൻഡോസ്കോപ്പി ആയിരുന്നപ്പോൾ ഒരു രാവിലെ 7-7:30 തുടങ്ങുന്ന ഷിഫ്റ്റ് വൈകുന്നേരം 9-നാണ് കഴിയുന്നത്. അപ്പോൾ 7:30 3 days ആയിരുന്നു. 7:30 പറയുമ്പോൾ ഒരു 6:00 നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അത് 9 മണിക്ക് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 9:45 ആവും. ആ ഒരു അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ഞാൻ അവിടെ വീട്ടിലില്ല. പിന്നെ എനിക്ക് 4 ദിവസം ഓഫ് കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു വലിയ ലോങ് ഒരു
ഇത് തന്നെയാണ്. 4 ദിവസം ഓഫ് കിട്ടുന്നുണ്ടെങ്കിലും ആ ഡേ പോകുന്നത് 3 ദിവസം ഞാൻ വീട്ടിലേ ഇല്ല. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒരു മാറി നിൽക്കലായിട്ട് തോന്നുന്നില്ല 8 hours ഷിഫ്റ്റിന്. പിന്നെ പിന്നെ എല്ലാ 12 hours എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും 3 days കഴിഞ്ഞ് പിന്നെ 4 days ഓഫ് അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇത് അവരുടെ അല്ല ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. പിന്നെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാലും ഇവിടെ ICU, ED പിന്നെ നമ്മുടെ മേജർ ഏരിയാസിൽ മാത്രമേ 12 hours ഉള്ളൂ. അവർ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും 8 hours ഷിഫ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ EDസിൽ പല സ്ഥലത്തും അത് 8 hours ആക്കി കുറച്ച് ആപ്ലിക്കബിൾ ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിൽ അത് 12ഉം 8 ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ രാജ്യത്ത് പോയാലും അതിൻ്റേതായ ബെനിഫിറ്റും ഉണ്ട്, അതിൻ്റേതായത് സാലറി നമ്മൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. നാട്ടിലെ മീൻസ് UK-ലേക്കാളും നമുക്ക് നല്ല സാലറി ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് വെതർ നോക്കിയിട്ടാണ് വന്നത്. കാരണം ലൈഫ് ലോങ് നമ്മൾ ജീവിക്കേണ്ട ഒരു കൺട്രിയാണ്. സോ നമ്മൾ വെതർ നോക്കിയിട്ടാണ്. പിന്നെ സ്പേഷ്യസ് ഒരു ഹൗസ് അത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഇവിടുത്തെ റെൻ്റൽ ഹൗസ് പോലും നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വീട്ടിലിരുന്ന് പെരുമാറാമെന്നൊക്കെ പറയുമ്പോൾ നല്ല റൂംസ് ആണെങ്കിലും ഹാളാണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആയ നല്ല ഹൗസസ് ആണ്. പിന്നെ വീട് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ സിറ്റി ഏരിയാസിൽ നല്ല ചലഞ്ചിങ് ആണ്. കാരണം 1.6 million ഒക്കെ വരും. പക്ഷേ ഉള്ളേരിയയിൽ നമുക്ക് വേണമെങ്കിൽ വീട് എടുക്കാം. പക്ഷേ പറഞ്ഞ പോലെ ഇപ്പോൾ അത് എടുക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്, ഗ്രോസറി ഷോപ്സ് കുറവാണ്, അങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ടെന്ന് മാത്രം. പക്ഷേ ലാൻഡൊക്കെ വേണം എന്നുള്ളവർക്ക് ഇത്തിരി ഉള്ളിലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല ലാൻഡും നമ്മുടെ നാട്ടിലെ പോലെ കൃഷി ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും കിട്ടും. പക്ഷേ പൊതുവേ സിഡ്നി കോസ്റ്റ്ലി ഏരിയ ആണ്, എക്സ്പെൻസീവ് സിറ്റിയാണ്. പക്ഷേ എനിക്കറിയില്ല, വേറെ പ്ലേസസ് ഒന്നും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവിടെയും ഒന്ന് പോയി കാണണം എന്നുണ്ട്. കാരണം ഓടിപ്പിടിച്ചുള്ള ഒരു വീടെടുക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. കാരണം എല്ലാ പ്ലേസസും ഒന്നും വിസിറ്റ് ചെയ്തിട്ട് നമുക്കറിയത്തില്ലേ, എല്ലാവിടെയും ഓരോ ഇത് കാണും. നല്ലൊരു പ്ലേസ് കിട്ടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻ്റർവ്യൂസൊക്കെ കുറവാണ്, അതെനിക്കറിയാം. എങ്കിലും ഒത്തിരി ആൻമാക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു മിഡ് വൈഫറി, മെൻ്റൽ ഹെൽത്ത്, ICU വരെ ഇപ്പോൾ റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിലും 186 സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. കാരണം ഓൾമോസ്റ്റ് ഇവിടുത്തെ ഇതൊക്കെ ഫില്ലായി കഴിഞ്ഞു. സോ നമ്മൾ 186 ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. നിങ്ങൾ പോയിൻ്റ് ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ 189ഉം 190ക്കൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഓൺ വിസയായിട്ട് അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം വിസ ഉള്ളവർക്ക് ജോബ് അവിടെ നിന്നാണെങ്കിലും നോക്കും. പക്ഷേ വിസ കിട്ടാൻ 186 ഇനി വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാറോ സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും വേറൊരു എന്താ പറയുക ഇൻ്റർവ്യൂസൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരു വീഡിയോയിൽ കാണാം.